ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെവൻലി ഹേസ്. ഹെവൻലി ഹേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിമ്പിൾ സ്നാക്കുമായിട്ടാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങില്ലാത്തൊരു വീടുണ്ടാവില്ല. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് 1/4 കിലോ ഉരുളക്കിഴങ്ങ് എടുക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതിനെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ കമൻറ്റ് ചെയ്യണം. നല്ലതാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് വീഡിയോസ് കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലോണം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ് ആവുന്ന ഒരു പരുവത്തിൽ വരെ നമുക്കിത് വേവിക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഈ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അതിനകത്ത് കൂടി ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറായിട്ടായിരിക്കും നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ പൊടി, പിന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്കിടാം. പിന്നെ വെളുത്തുള്ളിയുടെ 1 ടീസ്പൂൺ ചോപ്പ് ചെയ്തത്, ഒരു പിഞ്ച് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് അരിപ്പൊടി എടുക്കാം. അത് 2 ആക്കി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കുഴക്കാം. ഒരു അത്യാവശ്യം നല്ല ഒരു കട്ടിയിൽ കിട്ടുന്നത് വരെ നമുക്കത് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അത്രയും കട്ടിയിൽ വേണമെന്നില്ല. അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായിട്ടിരിക്കണം. എങ്കിലേ നമുക്ക് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയുടെ കഴിക്കുന്ന പോലെ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. ഇനി നമുക്ക് ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി നമുക്കിതിനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് എല്ലാ ബോൾസും നമ്മൾ ഉരുട്ടിയെടുത്തു. ഇനി നമുക്കത് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം, ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന രീതിയിൽ. എന്നിട്ട് നമുക്ക് നല്ലൊരു സ്മൈലിയുടെ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന ഒരു ആണിയാണ് എടുത്തത്. എൻ്റെ പപ്പടക്കോല് കാണാനില്ല. അപ്പോൾ ജസ്റ്റ് ആണിയാണ് എടുത്തത്. നല്ല പ്യുവർ ആണിയാണ്, തുരുമ്പൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് സാധനമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒരു മൗത്ത് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ചിരിക്കുന്ന ഒരു സ്മൈലി ക്രിയേറ്റ് ചെയ്യാം. സ്മൈലീസ് നമുക്കിത് ഇതേപോലെ എല്ലാം നമുക്ക് പരത്തിയെടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സാധനമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് ചൂടായി കഴിയുമ്പോൾ എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ സ്മൈലീസിനെ ഓരോരുത്തരെയും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എണ്ണയിലേക്കിട്ട് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേ അടിപൊളി ലുക്കാണ്, കാണാനും അടിപൊളിയാണ്, ടേസ്റ്റ് അതിലതിരേറെ സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാം, രാവിലെ നമുക്ക് ടിഫിൻ കൊടുത്തു വിടാം. അതിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.